വയനാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സർക്കാർ പിരിച്ചുവിട്ടു. ചെയർമാൻ ഫാദർ തോമസ് തേരകത്തെയും സമിതി അംഗം ബെറ്റി ജോസിനെയും സർക്കാർ പുറത്താക്കി. ഇരുവരെയും അടുത്ത ദിവസം തന്നെ ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കും. കുട്ടിയെ കടത്താൻ ഉപയോഗിച്ച വാഹനം ഇരിട്ടിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. വയനാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധ്യക്ഷൻ ഫാദർ തോമസ് തേരകത്തെയും സമിതി അംഗം ബെറ്റി ജോസിനെയും സർക്കാർ പുറത്താക്കി. സാമൂഹ്യക്ഷേമ വകുപ്പാണ് വയനാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കെതിരെ കടുത്ത നടപടിയെടുത്തിരിക്കുന്നത്. വയനാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പകരം ചുമതല കോഴിക്കോട് കമ്മിറ്റിക്ക് നൽകാനും സർക്കാർ തീരുമാനിച്ചു ഉത്തരവിട്ടു. കൊട്ടിയൂർ പീഡനക്കേസിലെ പ്രതിയായ ഫാദർ റോബിൻ വടക്കുംചേരിയെ സഹായിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഭരണസമിതി അംഗങ്ങളെ പുറത്താക്കിയത്. CW അംഗങ്ങളായിരുന്ന ഇവരെ കേസിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക തടസ്സം ഇതോടെ മാറിക്കിട്ടി. അടുത്ത ദിവസം തന്നെ ഫാദർ തോമസ് തേരകത്തെയും സിസ്റ്റർ ബെറ്റി ജോസിനെയും കേസിൽ പ്രതിയാക്കും. കൊട്ടിയൂർ പീഡനത്തിന്റെ ഗൂഢാലോചനയിൽ ഇരുവർക്കും പങ്കുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. നവജാത ശിശുവിനെ കടത്താൻ ഉപയോഗിച്ച വാഹനം ഇരിട്ടിയിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. ഇരിട്ടി കല്ലുവെട്ടി ക്രിസ്തുദാസ് കോൺവെന്റിൽ നിന്നാണ് വാഹനം കണ്ടെടുത്തത്. വാഹനം ഓടിച്ചത് സിസ്റ്റർ അനീറ്റയാണെന്ന് പോലീസിന് വ്യക്തമായി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുടെ പ്രവർത്തനം അന്വേഷിക്കണമെന്ന് കേരള ശിശുക്ഷേമ സമിതി വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF സർക്കാരിന്റെ അവസാനകാലത്തെ വിവാദ ഉത്തരവുകളെ വിമർശിച്ച് CAG. ഉത്തരവുകളിൽ ഗുരുതര നിയമലംഘനമുണ്ടെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കുടി ഉൾപ്പെടെയുള്ളവയിൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു. ബാർ, ബിയർ, വൈൻ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിച്ചതിൽ സുതാര്യതയില്ലെന്നും CAG റിപ്പോർട്ട് വിമർശിക്കുന്നു. UDF സർക്കാരിന്റെ അവസാനകാലത്തെ വിവാദ ഉത്തരവുകളിലെല്ലാം ഗുരുതര ക്രമക്കേട് നടന്നെന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ കണ്ടെത്തൽ. വിവാദ ഉത്തരവുകൾ നിലവിൽ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുന്ന സാഹചര്യത്തിലാണ് CAG ക്രമക്കേട് അടിവരയിട്ടിരിക്കുന്നത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ്, കോട്ടയം ഇടനാഴി, കോട്ടയം നാട്ടകത്തെ മൊബിലിറ്റി ഹബ്, മെത്രാൻകായൽ കടമക്കുടി പദ്ധതികൾക്ക് അനുമതി നൽകിയതിൽ നെൽവയൽ നീർത്തട നിയമം അടക്കം ഭൂസംരക്ഷണ നിയമം പൂർണ്ണമായും ലംഘിച്ചുവെന്ന് CAG വിമർശിക്കുന്നു. ചട്ടവിരുദ്ധമായ തീരുമാനങ്ങളിലെല്ലാം മുഖ്യമന്ത്രി ഒപ്പിട്ടതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വിവാദമുയർന്നതിനെ തുടർന്ന് മെത്രാൻകായൽ കടമക്കുടി ഉത്തരവുകൾ 2016 മാർച്ചിൽ റദ്ദാക്കി. വിവാദ തീരുമാനങ്ങൾ നിലവിൽ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുന്നതായി സർക്കാർ CAGയെ അറിയിച്ചിട്ടുണ്ട്. ഉപസമിതി തീരുമാനമെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെടുക്കുമെന്നും CAG വ്യക്തമാക്കുന്നു. മൂന്നാറിലും വാഗമണിലും അടക്കം അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനോ സംസ്ഥാനത്തുടനീളം തരം മാറ്റിയ ഭൂമിയെ പൂർവ്വസ്ഥിതിയിലാക്കാനോ സർക്കാർ നടപടിയെടുത്തില്ല. ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾക്കും ലൈസൻസ് നൽകിയതിൽ സുതാര്യതയില്ലായിരുന്നുവെന്നും CAG വിമർശിക്കുന്നു. സുപ്രീം കോടതി നിർദ്ദേശം മറികടന്ന് ദേശീയപാതയോരത്ത് 2013 മുതൽ 2016 വരെയായി 10 പുതിയ ബിയർ വൈൻ പാർലറുകൾക്ക് ലൈസൻസുകൾ നൽകി. 418 ബാറുകളിൽ ശുചിത്വ പരിശോധന പൂർത്തിയാക്കും മുൻപാണ് 2014-15 മദ്യനയം സർക്കാർ പ്രഖ്യാപിച്ചതെന്നും റിപ്പോർട്ട് വിമർശിക്കുന്നു. ഗുണനിലവാരമില്ലാത്ത 1.07 ലക്ഷം ലിറ്റർ മദ്യം മാറ്റുന്നതിൽ എക്സൈസ് പൂർണ്ണമായും പരാജയപ്പെട്ടു. സ്വർണത്തിന് ഏർപ്പെടുത്തിയ വാങ്ങൽ നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കാനുള്ളത് 2475.55 കോടി രൂപയാണ്. വിവിധ വകുപ്പുകളിലായി പിരിഞ്ഞുകിട്ടാനുള്ള റവന്യൂ കുടിശ്ശിക 2323 കോടി രൂപയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF സർക്കാരിന്റെ അവസാനകാലത്തെ ഉത്തരവുകളിൽ ചട്ടവിരുദ്ധ നടപടികൾ ഉണ്ടായെന്ന CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ടായ സാഹചര്യത്തിൽ വിഷയത്തിൽ CBI അന്വേഷണം നടത്തണമെന്ന് PC ജോർജ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭൂമി ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ താൻ മുൻപ് ആരോപിച്ച വിഷയങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും PC ജോർജ് പറഞ്ഞു. പിണറായി വിജയനെതിരെ വീണ്ടും RSS സംഘപരിവാർ ഭീഷണി. ഹൈദരാബാദിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന ഭീഷണിയുമായി തെലങ്കാനയിലെ BJP MLA രാജാ സിംഗാണ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്ത് വില കൊടുത്തും പിണറായിയെ തടയുമെന്നാണ് രാജാ സിംഗിന്റെ ഭീഷണി. ഹൈദരാബാദിൽ CPIM സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പിണറായി വിജയനെ അനുവദിക്കില്ലെന്നാണ് തെലങ്കാനയിലെ BJP MLA രാജാ സിംഗ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഹൈദരാബാദിൽ പാർട്ടി 5 മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാജനപദയാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കാൻ മാർച്ച് 19-നാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ എത്തുന്നത്. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു കാരണവശാലും പിണറായിയെ അനുവദിക്കില്ലെന്നും പരിപാടിക്ക് അനുമതി നൽകരുതെന്നുമാണ് രാജാ സിംഗിന്റെ ആവശ്യം. എന്തു വില കൊടുത്തും പിണറായി വിജയൻ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തടയും. പങ്കെടുക്കുകയാണെങ്കിൽ ബാക്കി കാണാമെന്നും രാജാ സിംഗ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നടന്ന മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുക്കരുതെന്നും പിണറായി വിജയനെ RSS സംഘപരിവാർ സംഘടനകൾ വിലക്കിയിരുന്നു. എന്നാൽ ഇത് ലംഘിച്ച് മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തു. പിണറായി വിജയന്റെ തലകൊയ്യുന്നവർക്ക് 1 കോടി രൂപ ഇനാം നൽകുമെന്ന് മധ്യപ്രദേശ് RSS നേതാവ് കുന്ദൻ ചന്ദ്രാവതും പൊതുപരിപാടിയിൽ പ്രഖ്യാപിച്ചത് വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് രാജാ സിംഗിന്റെ സന്ദേശം. ന്യൂസ് ഡെസ്ക്.
മുഖ്യമന്ത്രി പിണറായിക്കെതിരെ വധഭീഷണി മുഴക്കിയ RSS നേതാവ് കുണ്ടൻ ചന്ദ്രാവത്തിനെതിരെ മധ്യപ്രദേശിലെ ദാദറിൽ CPM നേതൃത്വത്തിൽ ഇടത് പാർട്ടികളുടെ പ്രതിഷേധ പ്രകടനം നടന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ അശോക് ധാവ്ളെ, സുധാ സുന്ദർരാമൻ, CPI മധ്യപ്രദേശ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുകുമാർ കാംബ്ലെ, SFI സംസ്ഥാന സെക്രട്ടറി ബാലാജി കലെത്വാഡ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ബാങ്ക് ഇടപാടുകൾക്ക് ഫീസ് പാടില്ലെന്ന കേന്ദ്ര സർക്കാർ. അക്കൌണ്ടിൽ മിനിമം ബാലൻസ് തുക ഇല്ലെങ്കിൽ പിഴ ഈടാക്കാനുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. മാസത്തിൽ നിശ്ചിത നോട്ടിടപാടിൽ കൂടുതൽ നടത്തുന്നവരിൽ നിന്ന് അധിക ചാർജ് ഈടാക്കാനുള്ള സ്വകാര്യ ബാങ്കുകളുടെ തീരുമാനവും പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ATM ഇടപാടുകൾ കൂടിയാൽ സർവീസ് ചാർജ് ഈടാക്കേണ്ട എന്നും കേന്ദ്രം നിലപാടെടുത്തു. സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നയം പുനഃപരിശോധിക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അരിവില വർദ്ധിപ്പിച്ച് സർക്കാരിനെയും ജനങ്ങളെയും വിഷമത്തിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് സർക്കാർ കീഴ്പ്പെടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചില നിക്ഷിപ്ത താൽപര്യക്കാർ ഇതിനായി ശ്രമിക്കുന്നുണ്ട്. അരി പ്രതിസന്ധി മറികടക്കാൻ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും അരി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സഹകരണ വകുപ്പിന്റെ അരി വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വിഷമിപ്പിച്ച് കളയാം എന്ന മട്ടിൽ കുറച്ച് ആളുകൾ കൂടി അരിയുടെ വിലയങ്ങ് വർദ്ധിപ്പിച്ച് അങ്ങനെ ജനങ്ങളെ ആകെ വിഷമത്തിലാക്കി കളയാം എന്ന ഒരു ധാരണക്ക് കീഴ്പ്പെടാനല്ല സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. ഫലപ്രദമായി അരി നാട്ടിലെത്തിക്കുന്നതിനുള്ള, അത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുനിന്നായാലും ഇന്ത്യക്ക് പുറത്തു നിന്നായാലും അരി കൊണ്ടുവന്ന് വിതരണം ചെയ്യാനുള്ള നടപടികൾ തന്നെയാണ് സർക്കാർ സ്വീകരിക്കുക. ബജറ്റ് ചോർന്നു എന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന ചീഫ് സെക്രട്ടറിയുടെ പ്രാഥമിക റിപ്പോർട്ട്. അന്തിമ റിപ്പോർട്ടിൽ ഗൗരവതരമായ കണ്ടെത്തലുണ്ടെങ്കിൽ മന്ത്രിസഭ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പിണറായി നിയമസഭയിൽ വിശദീകരിച്ചു. അതേസമയം ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മധ്യപ്രദേശിലെ ഒരു സംഘപരിവാർ RSS നേതാവ് നടത്തിയ വധഭീഷണിയെ അപലപിച്ച് നിയമസഭയിൽ പ്രമേയം. ഭീഷണി മുഴക്കിയ ആൾക്കെതിരെ പ്രസക്തമായ നിയമവകുപ്പുകൾ ഉപയോഗിച്ച് കേസെടുക്കണമെന്ന് മധ്യപ്രദേശ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി AK ബാലൻ അവതരിപ്പിച്ച പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കി. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി MV ജയരാജൻ ചുമതല ഏറ്റെടുത്തു. ഭരണ നേതൃത്വത്തെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുമെന്ന് MV ജയരാജൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. സൈന്യത്തിന്റെ അഴിമതി ചോദ്യം ചെയ്ത ജവാന് ജോലി നഷ്ടപ്പെട്ടു. പട്ടാളക്കാർക്ക് അനുവദിച്ച പണത്തെക്കുറിച്ച് വിവരാവകാശം കൊടുത്തതിനാണ് നടപടി. നേരത്തെ ഇയാളെ ജയിലിൽ അടച്ചിരിക്കുന്നെങ്കിലും സർക്കാർ ഇടപെട്ട് മോചിതനാക്കിയിരുന്നു. സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ സാധാരണക്കാരായ ജവാന്മാർക്ക് അനുവദിച്ച പണം തിരിമറി നടത്തുന്നത് ചോദ്യം ചെയ്തതിനാണ് യാതൊരു കാരണവും കൂടാതെ ആലപ്പുഴ വടക്കനാലാടി സ്വദേശി ഷിബിൻ തോമസിനെ ജയിലിലടച്ചത്. പിന്നീട് ഇത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തുവരികയും കേരള ഗവൺമെന്റും സംസ്ഥാന പോലീസ് മേധാവിയും ഇടപെടുകയും ചെയ്തതോടെയാണ് ഇയാളെ ജയിൽ മോചിതനാക്കിയത്. എങ്കിലും ജോലിയിൽ നിന്നും പുറത്താക്കിയെന്ന് ആലപ്പുഴയിൽ മടങ്ങിയെത്തിയ ഷിബിൻ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. പ്രൊസീഡിംഗ് 3 മാസത്തെ ടൈം തന്നിട്ടുണ്ട്. നമുക്ക് ഡിസ്മിസ് ചെയ്യുന്നതിന് 3 മാസത്തെ പേപ്പർ അതിന് നമുക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാന്നുള്ളത്. മുൻകാലങ്ങളിലും ഇത്തരത്തിൽ നിരവധി അനുഭവങ്ങൾ ജവാന്മാർക്ക് ഉണ്ടായിട്ടുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു. വേണേൽ എൻകൗണ്ടർ ചെയ്യാം, അത് വേണേൽ സൂയിസൈഡാക്കി മാറ്റാം, അങ്ങനെ പല രീതിയിലും വേണമെങ്കിൽ അത് എന്ത് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആരും ചോദിക്കാറില്ല. അവരവരുടെ സേഫ്റ്റി അവർ നോക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. മൊത്തത്തിൽ കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ എത്ര എൻകൗണ്ടർ നടന്നത്, എൻകൗണ്ടർ അതായത് സൂയിസൈഡായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന എത്ര എണ്ണം ഉണ്ട്, എത്ര പേര് ഇതിനകത്ത് വിട്ടുപോയവരുണ്ട്, എൻകൗണ്ടർ, ഇതെല്ലാം മൊത്തം കേസ് സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. കുടിക്കാൻ വെള്ളമില്ലാതെയും കഴിക്കാൻ ഭക്ഷണമില്ലാതെയും ആഴ്ചകളോളം ക്യാമ്പിൽ കിടന്ന ഷിബിൻ ഒടുവിലാണ് വിവരാവകാശവുമായി അധികാരികളുടെ മുന്നിലെത്തിയത്. ഇതോടെയാണ് ഷിബിന്റെ ജീവിതവും ദുരിതത്തിലേക്ക് നീങ്ങിയത്. വിവരാവകാശം ചോദിച്ച ഷിബിന് മറുപടി നൽകിയില്ല എന്ന് മാത്രമല്ല, ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് ജയിലിലടയ്ക്കുകയും പിന്നീട് സേനയിൽ നിന്നും പുറത്താക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തുറന്നു സംബന്ധിച്ച് മുൻ പാക് സുരക്ഷാ ഉപദേഷ്ടാവ്. പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘടനയാണ് ആക്രമണം നടത്തിയതെന്ന് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് മുഹമ്മദ് അലി ദുറാനി വെളിപ്പെടുത്തി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് മുംബൈ ഭീകരാക്രമണമെന്നും ദുറാനി പറഞ്ഞു. കൂത്താട്ടുകുളം പുതുവേലിയിൽ സ്കൂൾ കുട്ടികളുമായി പോയ ജീപ്പ് മതിലിലിടിച്ച് 3 മരണം, 11 കുട്ടികൾക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല.
കലാഭവൻ മണിയുടെ ദുരൂഹമരണത്തിൽ 1 വർഷം പിന്നിട്ടിട്ടും കേസ് CBI ഏറ്റെടുത്തിട്ടില്ല. സംസ്ഥാന സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിച്ച് വിജ്ഞാപനം ഇറക്കിയിട്ട് 9 മാസം പൂർത്തിയാകുന്നു. അതേസമയം CBI അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരൻ RLV രാമകൃഷ്ണൻ നടത്തുന്ന നിരാഹാരം അനിശ്ചിതകാലത്തേക്ക് നീട്ടി. ചാലക്കുടി നഗരസഭയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ കലാഭവൻ മണി അനുസ്മരണ പരിപാടി ചാലക്കുടിയിൽ നടക്കുന്നു. താരസംഘടന അമ്മയുമായി സഹകരിച്ച പരിപാടിയിൽ പ്രമുഖർ പങ്കെടുത്തു. ചാലക്കുടിയിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ